നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യുന്നതല്ല. പക്ഷെ അവര് ആവശ്യം ഉന്നയിച്ച സ്ഥിതിക്ക് അത് പരിഗണിക്കാറുണ്ട്. കാരണം ഹൈക്കോടതിയിൽ ഈ ട്രയൽ കോർട്ടിലെ പോലെയല്ല സാധാരണ. ട്രയൽ കോർട്ടിൽ സാധാരണ അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ കൊടുക്കാറുണ്ട്. ഹൈക്കോടതിയിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ക്രിമിനൽ ലോ നന്നായി ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, സ്റ്റേറ്റ് പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ, അതുപോലെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. ഇവരെല്ലാം വളരെ സമർത്ഥരായ അഭിഭാഷകരാണ്. സാധാരണ നമ്മൾ ഹൈക്കോടതിയിൽ ആർഗ്യുമെൻ്റ് മാത്രമേ ഉള്ളൂ, മറ്റേ ക്രോസ് ഇതൊന്നുമില്ല. അവർ തന്നെയാണ് സാധാരണ കൊടുക്കാറുള്ളത്. അത്യപൂർവമായിട്ട് വിചാരണ കോടതിയിൽ കേസ് വാദിച്ചിട്ടുള്ള സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരുണ്ടെങ്കിൽ അവരുടെ സേവനം തേടാറുണ്ട്. ഇപ്പോൾ നമുക്ക് നിർബന്ധമാണെന്ന് വന്നാൽ ഇപ്പം അതിൻ്റെ പേരിലൊരു ഇത് വേണ്ട. നമുക്ക് എല്ലാ കാര്യങ്ങളിലും സർക്കാർ ഉദാര സമീപനമാണല്ലോ സ്വീകരിക്കുന്നത്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ വരുന്ന ആളുകളെല്ലാം ഇത്തരം നിയമങ്ങളിൽ നല്ല അവഗാഹമുള്ള ആളുകളായിരിക്കണം എന്നുള്ള കാര്യം അവർ കൂടി ഉറപ്പുവരുത്തുക. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള വക്കീലന്മാർ വളരെ ശക്തമായി തന്നെ, ഇപ്പോൾ സർക്കാർ കൊടുത്ത അപ്പീലാണല്ലോ ഇതിനകത്തുള്ളത്, നന്നായി തന്നെ മുന്നോട്ട് പോകും. അല്ല, ഞാൻ പറഞ്ഞത് സാധാരണ ഇതുവരെ അങ്ങനെ കൊടുക്കുന്ന രീതിയില്ല. എന്നാൽ അവർ വീണ്ടും ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ സർക്കാരിന് ഇപ്പോൾ അതിൽ മടിയില്ല. അതിൽ സാധാരണ കേസ് നടത്താൻ ഏറ്റവും പ്രാപ്തരായിട്ടുള്ളത് അവിടുത്തെ തന്നെ ആളായിരിക്കും. ഈ മീഡിയ എല്ലാം വരുമ്പോൾ ചില ഈ അഭിഭാഷകനായ കൊള്ളാം എന്നൊക്കെ തോന്നും. അത് അവർക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം പകരുമെങ്കിൽ ഗവൺമെൻറ് എപ്പോഴും ഇരകൾക്കൊപ്പമാണല്ലോ എല്ലാ സമീപനം സ്വീകരിക്കുന്നത്.